ഹായ് എവരിവൺ. ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് തന്നെ. ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു പരിപാടി ഉണ്ട്, സ്കാർബോ സ്പാർക്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോണേന്ന്. അവിടെ കുറച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ്, എല്ലാ കൊല്ലം ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോണേന്ന്. അപ്പം ഞങ്ങൾ അതേ വണ്ടിയിലൊന്ന് കയറിയുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ചാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ ഞങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിടാനായിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ വീഡിയോ ഇനി കാണാം, എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി കാണാം. ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ഒന്ന് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. ഹായ് പറഞ്ഞ തക്കടും രാവിലെ അല്ല, ഞങ്ങൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. കുറച്ച് തിരക്കല്ല, വീട്ടിലോട്ടൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. വിളിച്ച് കഴിഞ്ഞു. കുറച്ച് ചേട്ടൻ്റെയൊക്കെ കുറച്ച് മോട്ടിവേഷൻ കിട്ടി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ പോണേന്. എന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തു. നമ്മുടെ നേരെ കാണുന്നതാണ് സ്ഥലം. റൈറ്റ് സൈഡിൽ കാണുന്നത് പീഷോൺ പാർക്കാണ്. ഈ ഭാഗത്ത് തന്നെ 4 സ്ഥലങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്. ഒരു പീഷോൺ പാർക്കിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു ദൂരത്തിൽ തന്നെ ഒരു ബീച്ചുണ്ട്, പീഷോൺ പാർക്ക്, പിന്നെ മിനിയേച്ചർ ട്രെയിൻ, പിന്നെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട്. അവിടെ ഇടയ്ക്ക് ചില സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുള്ള സ്ഥലമാണ്. സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ വരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 8 മാസത്തോളമായിട്ടുള്ളൂ. ഞാൻ നിൽക്കുന്ന ദൂരത്തുനിന്നൊരു 1 കിലോമീറ്റർ ചുറ്റളവിലാണ് അത് എല്ലാം ഉള്ളത്. ഒരു നല്ല ഭംഗിയാണ്. പിന്നെ മിനിയേച്ചർ ട്രെയിൻ ഉണ്ട്. മിനിയേച്ചർ ട്രെയിൻ എന്ന് പറയാൻ നേരത്തെ ഇവിടെ നിന്ന് പീഷോൺ പാർക്കിൽ നിന്ന് സ്കാൽബി മിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള അവിടം വരെ ട്രെയിൻ പോകുന്നതാണ്. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചകളാണ്. ഞാനതിൽ കയറിയിട്ടില്ല, പക്ഷെ ഞാനത് പോകുന്ന വഴി ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയിൽ കൂടെയാണ് അത് പോകുന്നത്. അപ്പം വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ. പിന്നെ ഒരു സീ ലൈഫ് അക്വേറിയം, ഒരു കടലിലെ മത്സ്യങ്ങളും സീൽ, ഇതൊക്കെ ഡോൾഫിൻ, അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ആയിട്ട് പെങ്കിനൊക്കെ ഉള്ള ഒരു അക്വേറിയം ഇവിടെയുണ്ട്. അത് ഒരു ദിവസം ഞങ്ങളത് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു പ്ലാനുണ്ട്.
അങ്ങനെ ഇടു ഈ ഗെയിം കളിക്കാൻ പോണേണ്. നമുക്ക് നോക്കാം അത് കിട്ടുമില്ലെന്ന്. ആ എറിഞ്ഞു എറിഞ്ഞു വീണ. 5 minutes left on this one if you'd like to play. You do have to close at 8 o'clock. Step forward. If you'd like to win a prize like those guys, you've got to come in, you've got to do it. We will have to close at 8 o'clock. One ring over the box and up in the air over the sky. Who's going to be our next good winner? We need the winners to get the happy. ഇവിടെ ആദ്യത്തെ ഇരിക്കണ എന്തെങ്കിലുമൊക്കെ ഇടണോ? ആ ഇട്. അതിൽ തന്നെ വീഴണോ 3 എണ്ണം? അത് ഫുള്ള് വീഴണം തോന്നണല്ലേ താഴോട്ട്. ഒരു സംഭവം ഇതായത് ചുറോസ്. അപ്പൊ അത് ആദ്യം ഒരു ടൈപ്പ് ഉള്ളു ഈ സാധനം. ടീച്ചിങ്ങിനൊക്കെ പോലെ ഉണ്ട്, പക്ഷെ ടീച്ചിങ് അല്ല ഒരു ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. ഇപ്പോൾ എല്ലാ ഷോപ്പുകളും ചെറുതായിട്ട് അടച്ചായിരുന്നു. അപ്പോൾ ഒരു എല്ലാം ക്ലോസ് ചെയ്യണതാണ് ഇപ്പോൾ. ഞാൻ അവിടെ പോയി ഒരു റിങ് എറിയണതിൻ്റെ പരിപാടിയൊക്കെ കളിച്ച് ഐഫോണൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നും വീണില്ല, അത് കറക്റ്റായിട്ട് വീഴണം എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി കാണാം.